മലയാളികൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാലിൻ്റെ പത്രസമ്മേളനം ഇന്ന് കഴിഞ്ഞു. ആ പത്രസമ്മേളനത്തെ നമ്മൾ കൃത്യമായി ഏഴകീറി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ഇതിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ അത് ഗംഭീരമായി ന്യായീകരിക്കാനുള്ള ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവരുടെ പ്രവൃത്തികളെയും ഈ പറയുന്ന വേട്ടക്കാരെയും ഒക്കെ ന്യായീകരിക്കാനുള്ള ചില മറുപടികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ രണ്ടാമത്തെ ഒരു സെറ്റ് ചോദ്യങ്ങൾ ഉത്തരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു മോഡറേറ്റ്ലി എന്ന് പറഞ്ഞാൽ മിതമായിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ചില ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിൽ പുള്ളി കൂടിയുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നൊരു പത്രസമ്മേളനമാണ് നടത്തിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി ഇത് പുള്ളിക്ക് തന്നെ, ഈ മോഹൻലാൽ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പരിഭ്രാന്തി ആ മുഖത്ത് കാണാവുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മളിന്ന് കണ്ടത്. അദ്ദേഹം നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. ഞാൻ ആ ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, കുറ്റക്കാരായ ആളുകളെ മാറ്റി നിർത്തണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു മറുപടി, കുറ്റക്കാരെ മാറ്റി നിർത്തണോ എന്നുള്ളത് അവർക്കറിയില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് AMM എന്ന് പറയുന്ന സംഘടന അങ്ങനെ തന്നെ പിരിച്ചുവിട്ടത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നാണ്. എന്ന് പറഞ്ഞാൽ കുറ്റക്കാർ ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണതാണോ ഒരു ധാർമ്മികത എന്ന് പോലും നമ്മുടെ മോഹൻലാലിന് അറിയാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ വലിയ മാതൃക ആളുകളൊക്കെ എടുത്ത് തലയിൽ വെച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മലയാളികളുടെ ദുരന്തം. ശരിക്കും സിനിമയിൽ അവർ നന്നായിട്ട് അഭിനയിക്കുന്നവരാണ്. അഭിനയിക്കാൻ മാത്രമേ അവരെ കൊള്ളാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് അഭിനയം പോയി കാണാം, സിനിമ പോയി കാണാം, എന്നിട്ട് അഭിനയം കൊള്ളാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോരാം. അല്ലാതെ അവരൊക്കെ വലിയ നമ്മുടെ ഈ കേരളത്തിലുള്ള ഏറ്റവും മഹാന്മാരായിട്ടുള്ള മനുഷ്യരാണ് എന്ന് നിങ്ങളാരും വിചാരിച്ചു കളയരുത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇനി അതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. അതായത് ഇതുപോലെ ആരോപിതരായിട്ടുള്ള പലരും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജഗതിക്കെതിരെ മറ്റു പല ആളുകൾക്കുമെതിരെ ഇത്തരത്തിലുള്ള കുറ്റാരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ. നമ്മൾ ലൈംഗികമായിട്ടുള്ള പീഡന പരാതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആളുകളെല്ലാം പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അവരെ മാറ്റി നിർത്തിയാൽ എന്ത് ചെയ്യും? അവരോട് ചെയ്യുന്ന ദ്രോഹമാവില്ലേ എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ വേട്ടക്കാർക്കൊപ്പം എന്നൊരു നിലപാടാണ് ഇന്ന് മോഹൻലാൽ എടുത്തിട്ടുള്ളത്. പക്ഷെ അത് വ്യക്തമായി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞഞ്ഞാ പിഞ്ഞ എന്ന് പറയുന്ന നമ്മൾ നാട്ടുവൽ ഭാഷ പറയുമല്ലോ, അതുപോലെയുള്ളൊരു പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് അന്വേഷണം വേണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊരാൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ വേണം എന്നോ വേണ്ടെന്നോ കൃത്യമായിട്ട് പുള്ളിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. പുള്ളി വേണ്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് സർക്കാരും കോടതിയൊക്കെയല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലാതെ നമ്മളല്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന, അദ്ദേഹമൊക്കെ നയിക്കുന്ന 47 കൊല്ലമായി നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് കോൺക്ലേവിനോട് സഹകരിക്കുമോ, കോൺക്ലേവ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ കോൺക്ലേവ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, കോൺക്ലേവ് നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ സഹകരിക്കില്ല എന്നാണ് പത്രക്കാരോട് ചോദിക്കുക. അപ്പോൾ അത് പത്രക്കാരോട് നല്ല കാര്യമാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കും, അതുപോലെ തന്നെ ഞാൻ സഹകരിക്കും എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഇതാണ് 3 കാതലായിട്ടുള്ള ചോദ്യങ്ങളുള്ളത്. ഈ ചോദ്യങ്ങളിൽ തന്നെ മോഹൻലാലിൻ്റെ നിലപാട് വ്യക്തമാണ്. പിന്നെ ആദ്യമേ തന്നെ പുള്ളി ഒരു കാര്യം പറഞ്ഞു വിട്ടാ, കാരണം പുള്ളിക്കിത് കൃത്യമായിട്ട് ഉത്തരങ്ങളില്ല, പുള്ളിക്ക് മറുപടി പറയാൻ പറ്റില്ല, ആകെ പുള്ളി പരിഭ്രാന്തനാണ് എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ പറയുമെങ്കിലും പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വേട്ടക്കാരെ ന്യായീകരിക്കുന്ന കുറേ പണികളുമായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. അത് ഞാൻ ആദ്യം കുറച്ചുകൂടി തീവ്രമായി ന്യായീകരിക്കുന്ന കാര്യങ്ങൾ പറയാം. അതിലൊന്ന്, ഞങ്ങൾ ഒരുപാട് ചാരിറ്റി കൊടുക്കുന്നുണ്ടെന്നാണ്. എല്ലാ ആളുകളും പറയണത് അങ്ങനെയുള്ളൂ. അവർ കാണിക്കുന്ന വൃത്തികളൊക്കെ മറച്ചു വെക്കാനായിട്ട് ഒരുപാട് ചാരിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുപാട് ചാരിറ്റിയാണെന്നാണ്. അറിയാത്ത പല ചാരിറ്റികളുമാണ് ഇപ്പോൾ സത്യത്തിൽ പല ആളുകളുടെയും വായിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ AMM മെമ്പർഷിപ്പ് കിട്ടാൻ ശരീരം കൊടുത്താൽ മതി, പകരം ഇത് വേണ്ട എന്നൊക്കെ പറയുന്ന അത്തരം ചോദ്യങ്ങൾക്കൊന്നും പുള്ളിക്ക് മറുപടി ഇല്ല കേട്ടോ. സത്യത്തിൽ പുള്ളി പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സംഘടനയിൽ ഇടവേള ബാബു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിനെ തള്ളിപ്പറയാനെങ്കിലും പുള്ളി തയ്യാറാവണ്ടേ. അത് ഞങ്ങളുടെ സംഘടനയിലേക്ക് അങ്ങനെ 1.5 ലക്ഷം കൊടുക്കാതെ ശരീരം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ആ ജനറൽ സെക്രട്ടറി നമ്മൾ തള്ളിപ്പറയും എന്ന് പറയണ്ടേ. ഇത് രാഷ്ട്രീയക്കാരൻ്റെ പോലും ഒരു ധാർമ്മികതയില്ലാത്ത വെറും
മറ്റേ ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ വല്ല വെറും പരട്ട ഒരു പത്രസമ്മേളനമായത് മാറി എന്നുള്ളതാണ്. ഇനി അടുത്തത് പുള്ളി പറയുന്നത്, ഞങ്ങൾ മറ്റേ ഷോകൾ ഒരുപാട് നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളി കഴിഞ്ഞ തവണ മഴവിൽ മനോരമയുടെ ഷോ നടത്തിയത് വയനാട്ടിലേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ കാശും വയനാട്ടിലേക്കല്ല കേട്ടോ, അവർ പറയുന്നതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നെ കാർഗിലിൻ്റെ അവിടെ ഷോ നടത്തിയിരുന്നു, അതുപോലെ പ്രളയം വന്നപ്പോൾ ഷോ നടത്തി, ഇങ്ങനെ നിരവധി ഷോകൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഷോകൾ നടത്തി ഞങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി ഒരു തീവ്രമായ ഒരു നമ്പർ കൂടി ഇട്ടു. ആ നമ്പർ ഇട്ടത് അവരുടെ സംഘടനയിലുള്ള ആളുകളൊക്കെ ചിലരൊക്കെ അവരുടെയൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ ചികിത്സ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഇൻഷുറൻസ് ഞങ്ങൾ അടക്കണം, അതുപോലെ മറ്റേ കൈനീട്ടം എന്ന് പറയുന്ന ഉടായ്പ പരിപാടി, അതൊക്കെ പലവട്ടം പറഞ്ഞതാണ്. അത്തരത്തിലുള്ള പരിപാടി അടക്കണം, അതൊക്കെ ഒരു 10-70 ലക്ഷം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനാണ് ഇവർ വലിയ 125 പേരുടെ പേരെഴുതി ശരിക്കും പറഞ്ഞാൽ ഫ്ലക്സ് അടിച്ച് വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ വെബ്സൈറ്റിൽ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാണ് 5000 രൂപ മേടിക്കുന്നതുകൊണ്ട്. ഇനി അതും പോട്ടെ, ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇട്ടാൽ മോഹൻലാലടക്കം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിന്ന് പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് 5000 രൂപ. അതോടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൃതദേഹം എന്ന് പറഞ്ഞാൽ പുള്ളി കുറച്ചുകൂടി നമ്മളെ വൈകാരികമായൊന്ന് കണക്ട് ചെയ്യാനായിട്ട്, പുള്ളിയുടെ ബുദ്ധിയാണല്ലോ പാവപ്പെട്ട സാധാരണക്കാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി പറയുന്നത് അവരുടെ ചില മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ഇൻഷുറൻസ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ബോഡി പോലും വിട്ട് കിട്ടില്ല അവിടെ നിന്ന് ബില്ലടക്കാത്തതുകൊണ്ട്. അപ്പോൾ അതിലൊക്കെ പുള്ളിയെന്ന് ഇടപെടണം, അല്ലെങ്കിൽ AMM എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് ഇടപെടണം. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനക്ക് അവർ സൈഡിൽ കൂടി പീഡനമൊക്കെ നടത്തും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ പീഡനമൊക്കെ നടത്തിയാൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പീഡനം നടത്താൻ ഞങ്ങൾ അനുവദിക്കൂ എന്നുള്ളതായിട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് ശേഷം പുള്ളിയുടെ മറ്റൊരു മീഡിയം ലെവൽ ന്യായീകരണം ഉണ്ട്. ആ ന്യായീകരണത്തിലേക്ക് ഞാൻ വരാം. അതാണ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് AMM മാത്രമാണോ മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. അതായത് പുള്ളി പറയുന്നത് മറ്റൊരുപാട് സംഘടനകളുണ്ടല്ലോ, ഞങ്ങളെ മാത്രമായിട്ട് നിങ്ങൾ ചോദിക്കരുത്, ബാക്കിയുള്ളവരുടെ അടുത്ത് കൂടി ചോദിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടോ, ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ലേ എന്നുള്ള ചോദ്യത്തിന് പുള്ളിക്ക് മറുപടിയില്ല. പുള്ളി പറയുന്നത് AMM മാത്രമല്ലല്ലോ, മറ്റ് സംഘടനകളൊക്കെ കൂടി നിങ്ങൾ ചോദിക്കൂ എന്നുള്ളതാണ്. എൻ്റെ മോഹൻലാൽ, നിങ്ങളുടെ സംഘടനയുടെ ഉത്തരമാണ് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടേണ്ടത്. കാരണം ഈ സിനിമ ഇൻഡസ്ട്രിയെ ഭരിക്കുന്നത് നിങ്ങളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, ഒരു താരങ്ങളുടെ ഡേറ്റ് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ സിനിമ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. താങ്കൾ നാളെ രതീഷ് ചക്രപാണിക്ക് ഞാനൊരു 45-50 ദിവസത്തേക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ ഹെഡിൽ എഴുതി തന്നാൽ മിനിമം ഒരു 20-25-30 കോടി രൂപയുടെ ബിസിനസ് കിടക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് താരങ്ങളുടെ ഡേറ്റാണ് ഏറ്റവും മുഖ്യം. നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മാറ്റാൻ പറ്റും. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിലുള്ള ആളുകൾ മറ്റേ മഞ്ഞിലാസിനെയോ അല്ലെങ്കിൽ 7 ആർട്സിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നേക്കണ മറ്റേ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നും അല്ല സ്നേഹിക്കുന്നത്. കേരളത്തിലെ ആളുകൾ സ്നേഹിക്കുന്നതും അവർ മാതൃകയായി കാണുന്നതും ഒക്കെ നിങ്ങളുടെ കഥാപാത്രങ്ങളാണ്. അതിലൂടെ അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. ആ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ പണം മുടക്കി വരുന്നതിൻ്റെ ഏതാണ്ട് 60% അടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എത്രത്തോളം ധാർമ്മികമായ നിലപാടെടുക്കുമെന്നറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് പുള്ളി ഓരോ അഭ്യാസം ഉറക്കണേണ്. ഇനി അടുത്തത് മറ്റേ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളത് പുള്ളി ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇതിൽ ഉത്തരമൊന്നുമില്ല. ഇനി അടുത്തൊരു ന്യായീകരണം പുള്ളിയുടെ കേട്ടോട്ടാ, സിനിമാ മേഖല എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അത് സമൂഹത്തിലുള്ള വൃത്തികേടുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ തന്നെ സിനിമാ മേഖലയിലുണ്ടാവും. നിങ്ങൾ എന്തിനാണ് അതൊക്കെ ഇവിടെ നടന്നോളും, അല്ലാതെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സിനിമാ മേഖലയെ മാത്രം കുറ്റം പറയുന്നതാണ്. പിന്നെ പുള്ളിയുടെ അടുത്ത വാചകമുണ്ട്, അത് പിന്നെ പുള്ളിയുടെ ആവശ്യമാണ്, പുള്ളിയുടെ സെൽഫിഷ്നസ് കൊണ്ട് പുള്ളി അത് ഇടക്കിടക്ക് ഒരു 5 തവണ പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖല തകർന്നു പോകരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് പുള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയല്ല കേട്ടോ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മോഹൻലാലിന് അങ്ങനെ വരുമാനം കിട്ടണമെന്നില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പെർ ഡേ 1500 കൊടുത്താലും പുള്ളി ഒന്ന് അഭിനയിച്ചോളും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് 10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്നാണ്. ആ ഇൻഡസ്ട്രി അങ്ങോട്ട് തകർന്നു പോകരുത് എന്നുള്ളതാണ്. ആ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ആകെ പ്രശ്നമാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത വാചകമുണ്ട്, അത് ഇതിനേക്കാൾ ക്രൂരമാണ്. നമ്മുടെ ജോമോളൊക്കെ പറഞ്ഞ പോലെയുള്ള ഡയലോഗാണ് പറഞ്ഞേക്കണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി നമുക്ക് സംഭവിക്കാതെ നോക്കിയാൽ പറയുന്നത്. ഇതൊക്കെ നിസാരം, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി നമുക്ക് സംഭവിക്കാനുള്ളത് നോക്കി. ഇവിടെ മോഹൻലാൽ, എനിക്ക് തന്നോട് ചോദിക്കാനുള്ളത്, തൻ്റെ വീട്ടിലോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആണ് ഇതുപോലൊരു അനുഭവം ഉണ്ടായി, ഇപ്പോൾ ഒരു നടൻ മറ്റേ ടോയ്ലറ്റിൽ കയറുമ്പോൾ കയറി പിടിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാമെന്ന് പറയോ? അപ്പോൾ ഇതൊക്കെ വെറുതെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകളും പാവപ്പെട്ട ജോലിക്ക് വന്ന ആളുകളുടെയും മെക്കിട്ട് കയറിയിട്ട് ഇതുപോലെ നിന്ന് ഡയലോഗ് അടിക്കണം. ഇവരൊന്നും ഒരു സൂപ്പർ സ്റ്റാറും അല്ല, ആരുമല്ല. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു അഭിനയ തൊഴിലാളിയാണ് എന്നുള്ളത് നമ്മുടെ സാധാരണ ജനം ഇനിയെങ്കിലും മനസ്സിലാക്കണം. പിന്നെ
അമ്മക്ക് മറ്റേ ഷോകൾ തന്നത് മീഡിയയാണ്, മീഡിയ ഞങ്ങളോട് സഹകരിക്കാറില്ലെന്ന്. അതായത് പത്രക്കാരെ കൂടി പുള്ളി കയ്യിലെടുക്കാൻ നോക്കുകയാണ്. നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ, നമുക്ക് ഒരുപാട് ഷോകൾ തന്നത് മീഡിയകളാണ്, അതുകൊണ്ട് മീഡിയകൾ ഞങ്ങളോട് സഹകരിക്കൂ എന്നാണ് ചോദിക്കുന്നത്. ഇനി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അന്യരായോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. ഇതെന്താണിത്? മറ്റേ കൂട്ടുകാരോ അതോ കാമുകന്മാരോ ഒക്കെ ഇരുന്ന എനിക്കറിയില്ല മോഹൻലാൽ. ഇത് പത്രക്കാരോട് പുള്ളി എങ്ങനെയും കാല് പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മി നമ്മൾ സംസാരിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കണവർ വിചാരിക്കും ഇവർ ഡെയിലി രാവിലെ ഉച്ചക്കും മറ്റേ ക്ലബ്ബിൽ വന്നിരുന്ന് ക്യാരംസും കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണിത്. ഇവർ വല്ല പത്രസമ്മേളനത്തിനും കണ്ട ഇവരോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കും, സംസാരിക്കും. പിന്നെ ചില പത്രക്കാരെയൊക്കെ ഇവർ മറ്റേ ഇവർക്ക് ഇഷ്ടപ്പെട്ട മറ്റേ വാർത്തയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാശൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കുറേ ആളുകൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരെ സോപ്പിടാനുള്ള ഒരു വൃഥാശ്രമമാണ് മോഹൻലാൽ നടക്കുന്നത്. മോഹൻലാൽ ഇതൊന്നും നടക്കില്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രക്കാർക്ക് പോലും ഇത് ആവശ്യമുണ്ടായിട്ടോ മാധ്യമ പ്രവർത്തകർക്ക് ഇത് ആവശ്യമുണ്ടായിട്ടോ അല്ല, പകരം ജനങ്ങൾ അത്ര വലിയ രോഷത്തിലാണ്. അതാണ് പ്രശ്നം. അതിനി മാറ്റാൻ പറ്റില്ല പെട്ടെന്നൊന്നും. ആ ജനങ്ങൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ കൂടി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം പണ്ടുണ്ടായിരുന്ന അവസ്ഥ, മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന അവസ്ഥ മാറിയിട്ട് മാധ്യമങ്ങളെ ജനങ്ങൾ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് അവരതിനനുസരിച്ച് മാറിയേ പറ്റൂ. ആ കഥയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് ചോദിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന പൊതുവായിട്ടുള്ളൊരു ധാരണ സിനിമയെക്കുറിച്ച് മോശമായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയണം അങ്ങനെ മോശമായിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത്, പകരം നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നുള്ളതാണ്. പിന്നെ AMMയുടെ പ്രസിഡന്റ് ഇപ്പോഴും പുള്ളിയാണ്, കമ്മിറ്റി തീരുമാനങ്ങൾ കൊടുക്കുന്നത് പുള്ളിയാണ്, അഡ്ഹോക്ക് കമ്മിറ്റി ആണെങ്കിൽ പുള്ളി തന്നെയാണ് കമ്മിറ്റി. പക്ഷേ പുള്ളി പറയുന്നത് ഞാൻ AMMയുടെ പ്രസിഡൻ്റായിട്ടല്ല 46 വർഷം സിനിമാ രംഗത്ത് നിന്നതാണ്, അതിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ഡയലോഗ് പറയുന്നുണ്ട് പുള്ളി. അതും കൂടി കേൾക്കണോട്ടെ നിങ്ങൾ. ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ അസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ഇവരോടൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക്, ആദ്യമൊന്നും അങ്ങനെ കിട്ടൂല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പിന്നെ അടുത്ത വാചകം പറയുന്നത് കുറ്റം ചെയ്യുന്നവരെ നോക്കാൻ പോലീസ് ഉണ്ടല്ലോ. അതെങ്ങനെയുണ്ട്? ഈ കേരളത്തിലെ ആളുകൾ മുഴുവൻ ആരാധിക്കുന്ന മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മരിച്ച് മോഹൻലാലിലെ തരികിട സാബുവാറ്റെ മോഹൻലാലിൻ്റെ പട്ടിയെക്കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് പോലും ആളുകൾ അവൻ്റെ തരികിട സാബുവിൻ്റെ നന്ദൊക്കെ കുളിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം എന്തോ മഹാനാണ്, വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് കുറ്റം ചെയ്താൽ നോക്കാൻ പോലീസ് ഉണ്ടല്ലോ എന്നാണ്. അതായത് നമുക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടോ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടോ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടാൽ നമുക്കൊരു ഉത്തരവാദിത്വമില്ല. നമ്മളിത് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പറയുക എന്തെന്ന് ഇപ്പം നിങ്ങളുടെ മകനോ മകളോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ പറയുക കുറ്റം ചെയ്താൽ പോലീസുകാർ നോക്കും എന്ന് പറയുക. എങ്ങനെയുണ്ട്? അതായത് മമ്മൂട്ടിയുടെ മുമ്പിൽ വെച്ചോ മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചോ ഒരു സ്ത്രീയെ വേറെ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയും നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട്, പുള്ളി അന്നേരം ഇടപെടില്ല, പകരം പുള്ളി പറയാൻ പോണത് നേരെ നിങ്ങൾ പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ കൊടുക്കുമായിരിക്കും. പുള്ളി ചിലപ്പോൾ അത് പേരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തു പോയി അന്വേഷിച്ചിട്ട് അവരോട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും പോലീസ് ചെയ്താൽ പോലീസുകാർ ഇടപെട്ടോളൂല്ല എന്നാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ആദ്യത്തെ കുറച്ച് ഡയലോഗുകളുണ്ടായിരുന്നു. പുള്ളി വൈകിയതിൻ്റെ കാരണം ഒളിച്ചോടിയതല്ല എന്നാണ് പറയുന്നത്. പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ പുള്ളി വൈഫിന് സർജറി ആയിരുന്നു. അത് ശരിയാണ്, വൈഫിന് സർജറി ആയിരുന്നു. കൂടാതെ പുള്ളി ബറോസിൻ്റെ മറ്റേ ഇപ്പോൾ ഫൈനൽ വർക്കുകളിലേക്കായിരുന്നു. അപ്പോൾ അതിന് വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാണ്. ഏതാണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ പറഞ്ഞ പോലെ ലാലേട്ടൻ മറ്റേ അവിടെ നിന്ന് ഹെലികോപ്റ്റർ പിടിച്ചു വന്നു, എന്തൊരു ദുരിതമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ. എൻ്റെ പൊന്ന് ധർമ്മജൻ, ഇതിനേക്കാളൊക്കെ ആളുകൾ 10-12 കിലോമീറ്റർ നടന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവരുണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ മറ്റേ ഹെലികോപ്റ്ററിന് വന്ന് വലിയ ത്യാഗമായിട്ടൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തൊന്നും അവതരിപ്പിക്കേണ്ട. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ധാർമ്മികതയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും കാര്യത്തിൽ ഷക്കീലയുടെ അടുത്ത് ട്യൂഷന് പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നടി ഷക്കീലിനെ എന്തായാലും ഇവർക്ക് അറിയാം, കാരണം ഇവർ പല സിനിമകളിലൊക്കെ ഒരുമിച്ചൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണല്ലോ. ഷക്കീല കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ഷക്കീല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞേക്കണത് അവരുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു സംവിധായകൻ അവരുടെ ഒരു സഹപ്രവർത്തകയായിട്ടുള്ള നടി, ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അപമര്യാദയായി പെരുമാറിയപ്പോൾ ആ സംവിധായകനെ വിളിച്ച് ഇവർ ബാൻ ചെയ്തു, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ഒരു സംവിധായകൻ ഇവരുടെ തന്നെ മറ്റൊരു സഹപ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറുകയും രാത്രി 6 മണിക്ക് ശേഷം അവരെ മറ്റു പല കാര്യത്തിനും നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഇനി മുതൽ ആ സംവിധായകന് ഞങ്ങൾ ഡേറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ ദിവസം കഴിഞ്ഞ് പിന്നീടുള്ള ഒരു ദിവസത്തേക്കുള്ള ഡേറ്റ് കൊടുത്തില്ല.
നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്തിരിയെങ്കിലും ഈ ഷക്കീലയുടെ ധാർമ്മികതയുടെ പകുതിയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയാണ് ഞങ്ങളുടെ സെറ്റുകളിൽ ക്ലീൻ ആയിരിക്കണം, മര്യാദകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാര്യവും കൃത്യമായിട്ട് നടക്കും. പക്ഷെ അതൊന്നും നടത്താനല്ല നിങ്ങൾ AMM എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയത്. നിങ്ങളുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിക്കാനും അതോടൊപ്പം കുറച്ച് ചാരിറ്റി ചെയ്തുകൊണ്ട് ഈ വൃത്തികേടിനെ മുഴുവൻ കവറപ്പ് ചെയ്യാനുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നും നട്ടലുറപ്പോടുകൂടി നെഞ്ചുറപ്പോടുകൂടി നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ബാക്കിയുള്ള പേരുകൾ, പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ കൂടി പുറത്തു വിടട്ടെ. നിങ്ങൾ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഈ രംഗം നമുക്ക് ശുദ്ധീകരിക്കണം എന്നുള്ളൊരു വാക്ക് പറയാൻ താങ്കൾക്ക് പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. ബാക്കിയുള്ളതൊക്കെ താങ്കളുടെ അഭ്യാസമാണ്. പിന്നെ താങ്കൾക്ക് ഈ അഭ്യാസം കാണിച്ച് രക്ഷപ്പെടാം, മമ്മൂട്ടിക്ക് പക്ഷേ ഇത്ര അഭ്യാസം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും ഫ്രണ്ടിലേക്ക് വരാത്തത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഷക്കീൽ അഭിനയിച്ച സിനിമ കണ്ടിട്ട് അത് വളരെ മോശമാണ്, അതുകൊണ്ട് ഷക്കീലയുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ വില്ലന്മാരായിട്ടുള്ള ആളുകളെ കണ്ടിട്ട് അവരൊക്കെ വില്ലന്മാരാണ്, അവർ മോശക്കാരായിരിക്കും എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. ഇവരാണ് യഥാർത്ഥത്തിലുള്ള വില്ലന്മാർ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഇന്ന് പോലും കാണിച്ചേക്കുന്നത് ഇത്തരത്തിലുള്ളൊരു അഭ്യാസമാണ്. ഇനി മോഹൻലാൽ പറയുന്ന ലാസ്റ്റത്തെ ഒരു കമൻറ്റ് കൂടി ഇട്ടിട്ട് അതും ഗംഭീരമാണ്, അത് കേൾക്കേണ്ടതാണ്. അത് മറ്റ് സിനിമകളിൽ നിന്നുള്ള ആളുകൾ ഇപ്പം ഒരു ബംഗാളി നടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബംഗാളിൽ ഇത്തരത്തിലുള്ളൊരു ഹേമ കമ്മിറ്റി വേണം, റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത പോലെ ചെയ്യരുത് കേട്ടോ. ഗവൺമെൻറ് ചെയ്ത തരികിടകളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ സമഗ്രമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കോടതി മുതൽ അന്വേഷണത്തിന് ഉപയോഗിച്ചങ്ങനെ ടീം മുതൽ എങ്ങനെയുള്ളതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ബംഗാളിൽ നിന്നുള്ള ഒരു നടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഏറ്റവും ഒടുവിൽ വിശാൽ എന്ന് പറയുന്ന ഒരാളെ കണ്ടെങ്കിലും ഇവർ പഠിക്കണം. വിശാൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇതുപോലെ താരസംഘടനയുടെ നേതാവാണ്, ആർജമുള്ള നേതാവാണ്. ഇത് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു കമ്മിറ്റി അവിടെ വേണമെന്ന് അവരെ ആവശ്യപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരത്തരത്തിലുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നൊരു കാര്യം, ഈ പറയുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ വരുന്നവനെ ചെരിപ്പൂടി അടിക്കണം എന്നാണ് ഈ വിശാൽ പറഞ്ഞിട്ടുള്ളത്. ആ വിശാൽ പുറമേ കാണിക്കുന്നൊരു ആർജവമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ താങ്കൾ കാണിക്ക്. താങ്കളോടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, താങ്കൾ അഭിനയിക്കുന്ന സിനിമകളൊക്കെ കണ്ട് അതിൽ ആരാധന പോകുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഗംഭീരമായി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ പോലെയുള്ള നിരവധി സിനിമകൾ നമുക്ക് കണ്ടിട്ട് വലിയ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ താങ്കൾ വന്നിരുന്ന് ഇന്ന് കാണിച്ചത് താങ്കളുടെ നിലവാരം എത്രത്തോളം താഴെയാണെന്ന് മനസ്സിലായിരിക്കുന്നു. സത്യത്തിൽ ഞാൻ ഈ പറയുന്ന ഷക്കീലയുടെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് 18 കണ്ടിരുന്നു. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 0.5% പോലും വരാത്ത വളരെ ലോവർ പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് മോഹൻലാൽ പറയുന്ന ഉത്തരവും കൂടി ഉണ്ട്, അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. അതായത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അത്ര എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളൊരു കമ്മിറ്റീനെ ഉണ്ടാക്കുന്നു. അതെന്ത് വർത്താനമാണ്? നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ ഇൻഡസ്ട്രികളിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയും. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെന്ന് പറയുന്ന ന്യായീകരണം, ഇതിനൊക്കെ ജഗദീഷ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജഗദീഷ് അടുത്തെങ്കിലും ചെന്നൊരു ട്യൂഷൻ ഇരിക്കുക, അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ MCOM ഫസ്റ്റ് റാങ്ക് പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. പറയുന്നതൊക്കെ സത്യമാണെന്ന് നമുക്കറിയില്ല, പക്ഷേ എന്തായാലും പറഞ്ഞതൊക്കെ കൃത്യമായി നല്ല ബോധമുള്ളൊരു കാര്യമാണ്. ഇത്രമാത്രം ബോധമില്ലാത്ത ഒരാളെയൊക്കെ പിടിച്ച് നമ്മൾ തലയിൽ കയറ്റി വെക്കുന്നതിൻ്റെ വിഡ്ഢിത്തം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. നേരത്തേക്ക് ഇങ്ങനെ ആയിരുന്നില്ല മലയാളികൾ. നമ്മൾ സുകുമാർ അഴീക്കോടും മോഹൻലാലുമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ വിഗ് വെക്കാതെ പുറത്തേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ സുകുമാർ അഴീക്കോട് മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാളികൾ മൊത്തം മിക്കവാറും പേര് സുകുമാർ അഴീക്കോടിനെ എൻ്റെ ഒപ്പം നിന്നവരാണ്. ലാസ്റ്റ് ഏറ്റവും ആദ്യം മോഹൻലാൽ ഇതുപോലെ തന്നെ എന്തോ ഞഞ്ഞാ പറഞ്ഞ് നേരെ കാല് പിടിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തർക്കം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മറ്റേ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചൊന്നും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് വരെയുള്ള പ്രതീതി. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നോ പൂർണ്ണമായും പുറത്തുവിടണമെന്നോ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു അന്വേഷണം കൃത്യമായിട്ട് വേണമെന്നോ ഒന്നും മോഹൻലാൽ പറഞ്ഞിട്ടില്ല. ഇത് കോടതിയും സർക്കാരും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്തോളൂ എന്നാണ്. പുള്ളിക്ക് ഇതിനകത്ത് ഒന്നും ഒരു ഉത്തരവാദിത്വമില്ല. പുള്ളി ഇപ്പോൾ ഇന്ന് വന്ന് എന്തോ ക്രിക്കറ്റ് കളിയൊക്കെ നടത്തിയിട്ട് പുള്ളി നേരെ തിരിച്ചു പൊക്കോളും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് പുള്ളിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ദേഷ്യമൊക്കെ കടിച്ചമർത്തി പുള്ളി പതിവ് പോലെയുള്ള വലിയ തന്ത്രജ്ഞത കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകുന്നു. ജോയ് മാത്യു പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ചിട്ട്, മോഹൻലാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വിളവനാന്ന് തോന്നുന്നുണ്ട്. ഇത് അസാധ്യ വിളവായി പോയി. ഈ വിളവിൽ വീഴുന്ന കുറച്ച് വിഡ്ഢികളൊക്കെ കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് വിളവ് തുടരാം.